ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രമേഹമുള്ളവർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ്. ഇനി മുതൽ നിങ്ങൾക്കും ആരെയും പേടിക്കാതെ കറുമുറ അച്ചപ്പം കഴിക്കാം. ഈ ഒരു പലഹാരം പ്രമേഹക്കാർക്ക് മാത്രമല്ല കേട്ടോ, എന്നെപ്പോലെ മധുരം ഇഷ്ടമില്ലാത്തവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റായി കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ കോടമീൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മില്ലറ്റിൻ്റെ വരക് എന്ന പേരും കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ അളവിൽ നാരുകളും ഉയർന്ന തോതിൽ പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയിരിക്കുന്നതിനാൽ പ്രമേഹ രോഗികൾക്ക് വളരെ പ്രയോജനപ്രദമാണ്. ഇപ്പോൾ കോടമില്ലറ്റ് വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിർക്കാൻ വെക്കാം. 1 മണിക്കൂറാണ് കേട്ടോ കുതിർക്കാൻ വെക്കുന്നത്. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഇത് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ചേർത്ത് കൊടുത്ത് വെള്ളം പോകാൻ വെക്കാം. കൊടോ മില്ലറ്റിലുള്ള വെള്ളം നല്ലതുപോലെ തന്നെ തോർന്നു വരട്ടെ. അങ്ങനെ ഇതാ കൊടോ മില്ലറ്റിലുള്ള വെള്ളം കംപ്ലീറ്റായി തോർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മിക്സർ ജാർ എടുത്ത് മില്ലറ്റ് ചേർത്ത് കൊടുത്ത് ഒട്ടും വെള്ളമില്ലാതെ തന്നെ പൊടിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അങ്ങനെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ കുറച്ച് തരികളുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കണം. അങ്ങനെ ഇത് അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു മിക്സിംഗ് ജാറിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/4 കപ്പ് നല്ല കട്ടിയുള്ള നാളികേരപ്പാലാണ്. അതും ചേർത്ത് കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഈ ഒരു പരുവമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിച്ചെടുത്ത മില്ലറ്റ് പൊടിയില്ലേ, അത് നമുക്ക് മിക്സിംഗ് ജാറിലേക്ക് മുഴുവനായും ചേർത്ത് കൊടുക്കാം. ഇതിലും കുറച്ച് തരികളുണ്ട്, അതിപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ടല്ലോ, അതിൽ അരിഞ്ഞു ചേർന്ന് വന്നോളൂ. ഇപ്പോൾ മില്ലറ്റ് പൊടിച്ചത് മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 ടീസ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവയും കൂടി ചേർക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 പിഞ്ച് അയമോദകവും 1 ടീസ്പൂൺ കറുത്ത എള്ളും ചേർക്കുന്നുണ്ട്. അയമോദകം നമ്മുടെ ദഹനത്തിനും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും തരുന്നതാണ് കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർക്കുന്നത്. എരിവ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ചേർക്കുന്നത് 1 തണ്ട് കറിവേപ്പില വളരെ ചെറുതായി അരിഞ്ഞതാണ്. അതും ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അച്ചപ്പത്തിനുള്ള മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് 15-20 മിനിറ്റ് കഴിഞ്ഞ് അച്ചപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ അച്ചപ്പം ചുട്ടെടുക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ച് മുങ്ങാനുള്ള തരത്തിലാണ് കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അച്ചപ്പം ഉണ്ടാക്കുന്ന അച്ച് വെളിച്ചെണ്ണയിൽ മുക്കി വെക്കാം. അപ്പോഴേക്കും വെളിച്ചെണ്ണയും അച്ചും ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മാവ് ഇളക്കിയെടുക്കണം. എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഈ അച്ച് മാവിൽ കോട്ട് ചെയ്തെടുക്കാം. അച്ചിൽ മാവ് ഫുൾ കവറായി എടുക്കരുത് കേട്ടോ, അങ്ങനെ ചെയ്താൽ പണി കിട്ടും. അച്ചിൻ്റെ 1/4 ഭാഗം കോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് വെച്ച് കൊടുക്കാൻ. മാവിൽ കോട്ട് ചെയ്തെടുത്ത അച്ച് എണ്ണയിൽ 6-7 സെക്കൻഡ് അനക്കാതെ വെച്ച ശേഷം ഇളക്കി കൊടുക്കാം കേട്ടോ. അച്ചപ്പം ചുട്ടെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. അച്ചപ്പം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകണം. ഇത് തിരിച്ചും മറിച്ചും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന പലഹാരമാണ്. ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുത്ത് വരാം.
പിന്നെ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി പലഹാരമാണ്. നല്ല ക്രേക്കേഴ്സ് പോലെ കഴിക്കുന്നത് പോലെ നമുക്കിത് കഴിക്കാം. ഇനി പ്രമേഹമുള്ളവർ ആരെയും പേടിക്കാതെ അച്ചപ്പം കഴിച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയെടുത്തതാണ്. അതും നല്ല ടേസ്റ്റ്, പിന്നെ നല്ല നൈസായിട്ട് കറുമുറ ഫീൽ തരുന്ന പോലെയാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.